ഹായ്, വെൽത്ത് ലക്ക് അട്രാക്ട് ചെയ്യുന്നതിനുള്ള ചില ഫെങ്ഷുയി ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പലതും നമ്മൾ ഇതിനു മുമ്പ് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇത് ഇടയ്ക്കൊക്കെ കേട്ട് കഴിയുമ്പോഴാണ് അത് ഞാൻ ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, ഇതൊന്ന് ചെയ്ത് നോക്കാം എന്നൊക്കെ പലപ്പോഴും തോന്നാം. അപ്പോൾ കുറച്ച് ടിപ്സ് വേഗം പറഞ്ഞു പോവാം. മെയിനായിട്ട് നമുക്ക് വെൽത്ത് ലക്ക് അട്രാക്ട് ചെയ്യണം, നമ്മളിലേക്ക് ധനം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ കമാൻഡിങ് പൊസിഷനിൽ യൂസ് ചെയ്യുക. ആ കമാൻഡിങ് പൊസിഷൻ യൂസ് ചെയ്യുക എന്നുള്ളത് വെച്ചാൽ ഷെങ്ചി ഡയറക്ഷൻ. കമാൻഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെൽത്ത് ഡയറക്ഷൻ അല്ലെങ്കിൽ കരിയർ ഡയറക്ഷനിലേക്ക് നമ്മൾ നോക്കിയിരിക്കണം, അല്ലെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് തലവെച്ച് കിടന്നുറങ്ങണം. തീർച്ചയായും ഗൃഹനാഥയും തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ആരാണോ വീട്ടിൽ മെയിനായിട്ട് ഇൻകം ഏൺ ചെയ്യുന്നത് ആ ആൾ നിർബന്ധമായിട്ടും തലവെച്ച് കിടക്കുന്നത് അവരുടെ ഷെങ്ചി വെൽത്ത് ഡയറക്ഷനിലേക്ക് ആയിരിക്കണം. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവർ ഓഫീസിലിരിക്കുന്ന ആ ഡയറക്ഷനിലേക്ക് നോക്കിയിട്ടായിരിക്കണം, ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആ ഡയറക്ഷനിലേക്ക് നോക്കിയിട്ടായിരിക്കണം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി അടുത്തത് നമ്മുടെ വീടിൻ്റെ വെൽത്ത് ഏരിയ കണ്ടുപിടിക്കുക. പലരും ചോദിക്കുന്നുണ്ട് ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷുയിൽ ഈ പീരീഡിൽ വെൽത്ത് ഏരിയ എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത്. വാട്ടർ സ്റ്റാർ 9 വരുന്നതാണ് വെൽത്ത് ഏരിയ. ഇനി അത് അറിയില്ല എന്നുള്ളവർക്ക് സൗത്ത് ഈസ്റ്റ് ലൊക്കേഷൻ എൻഹാൻസ് ചെയ്യാം. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറലി വീടിൻ്റെ അകത്ത് നേരെ ഓപ്പോസിറ്റ്, മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡ് കോർണറിലുള്ള ഒരു ഏരിയ ആണ് വെൽത്ത് ഏരിയ. എല്ലാ റൂംസിലും അത് എൻഹാൻസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, വെൽത്ത് ലക്ക് ഏരിയ എൻഹാൻസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം ക്ലട്ടർ ഫ്രീ ആക്കുക എന്നുള്ളത്. പലർക്കും അറിയില്ല അവരുടെ വീടിൻ്റെ വെൽത്ത് ഏരിയ ഏതാണെന്നുള്ളത്. ഇപ്പം ഓരോ വീടിനും അത് പേഴ്സണലൈസ്ഡ് ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ ആ റൂമൊക്കെ ആയിരിക്കും നമ്മൾ ഫുൾ ജങ്കൊക്കെ കൊണ്ടുപോയിട്ട് ആകെ ഇപ്പം നമ്മുടെ മുകളിലുള്ള സ്റ്റോറേജ് ഏരിയാസ് ഒക്കെ ഫുൾ ഇങ്ങനെ ടൈറ്റ് പാക്ഡ് ആയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടില്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും കുറച്ച് സമയം എടുത്ത് എല്ലാ റൂംസിലും കിടക്കുന്ന ക്ലട്ടർ ഫ്രീ ആക്കണം എന്നുള്ളത് നിർബന്ധമാണ്. മറ്റൊരു കാര്യം മിറേഴ്സ്, അത് വൈസായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മിറേഴ്സ് നമ്മൾ തെറ്റായിട്ട് ചില സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വെൽത്ത് ലോസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിൽക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വാളിൽ ഒക്കെ മിറർ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷേ ക്യാഷ് രജിസ്റ്ററിൽ അതല്ലെങ്കിൽ നമ്മുടെ അൽമാരിയുടെ അകത്ത് കാശ് വെക്കുന്ന സ്ഥലത്തൊക്കെ മിറേഴ്സ് വെക്കുന്നത് വളരെ നല്ലതുമാണ്, ആ വെൽത്തിനെ ഡബിൾ ചെയ്ത് കാണുന്ന രീതിയിൽ. അതുപോലെ നമ്മുടെ ഹോം ഡെക്കർ ഐറ്റംസ് ചൂസ് ചെയ്യുമ്പം പേർപ്പിൾ, ഗ്രീൻ, ഗോൾഡൻ കളറിലുള്ള ഐറ്റംസ് ചൂസ് ചെയ്യുന്നതും നമുക്ക് കൂടുതൽ വെൽത്ത് ലക്ക് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. പേർപ്പിൾ കളറിലുള്ള എന്തെങ്കിലും കുഷൻസ് ആകാം, അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ടേബിൾ ക്ലോത്ത്സോ അല്ലെങ്കിൽ സോഫ കവേഴ്സോ, ഗോൾഡൻ കളറിലുള്ള എന്തെങ്കിലും ഫെങ്ഷുയി ക്യൂരിയോസ് ആകാം. അപ്പോൾ അങ്ങനെയുള്ള കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അടുത്തത് ഫൗണ്ടൻസ് ആണ്. ഫൗണ്ടൻസ് അല്ലെങ്കിൽ ചെറിയ അക്വേറിയംസ് അല്ലെങ്കിൽ വാട്ടർ റീസൈക്ലിംഗ് ഫൗണ്ടൻസ് വീടിൻ്റെ ഫ്രണ്ടിൽ. എപ്പോഴും വെൽത്ത് എന്ന് പറയുന്നത് മൂവിങ് വാട്ടർ ആണ് ഫെങ്ഷുയിൽ. അപ്പോൾ അങ്ങനെ ഒരു വാട്ടർ എലമെൻറ്റും കൂടെ വീട്ടിലുണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. അടുത്തത് ഷാർപ്പ് കോർണേഴ്സ് അവോയ്ഡ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഷാർപ്പ് കോർണേഴ്സിനെ കുറിച്ച്. ഭയങ്കര ഡൗട്ട്സ് ആണ് എല്ലാവർക്കും. ഈ നിലവിളക്ക് തൂക്കാമോ, നിലവിളക്കിന് ഷാർപ്പ് എഡ്ജ് ഇല്ലേ, ശ്രീചക്രം വെക്കാമോ, അതിന് ഷാർപ്പ് എഡ്ജ് ഇല്ലേ എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഷാർപ്പ് എഡ്ജസ് അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കണേ. ഷാർപ്പ് എഡ്ജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്റ്റീരിയർ ബിൽഡിങ്സ് എന്ന് വരുന്ന വലിയ പോയ്സണസ് ആരോസ് ആണ് മെയിനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ഇപ്പം വിസിറ്റിംഗ് കാർഡ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പിക്ചറിന് നേരെ ഇങ്ങനെ നമ്മളൊരു ഫ്രെയിം ചെയ്ത വെച്ച പടത്തിന് നേരെ എന്തെങ്കിലും ഹിറ്റ്സ് ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കണം എന്നേ ഉള്ളൂ. അതിന് ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഷാർപ്പ് എഡ്ജസ് അവോയ്ഡ് ചെയ്തത് എപ്പോഴും വെൽത്ത് ലക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ചൈനീസ് കോയിൻസ്, അതുപോലെ ജെം സ്റ്റോൺസ്, ജെം ട്രീസ്, വെൽത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇപ്പോൾ അമെത്തിസ്റ്റ് ആണെങ്കിലും സിട്രൺ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള സ്റ്റോൺസും കോയിൻസും ഒക്കെ ധാരാളം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ജെം ട്രീസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് സിട്രൻ്റെ ജെം ട്രീസ് കിട്ടും, അമെത്തിസ്റ്റിൻ്റെ ജെം ട്രീസ് കിട്ടും. അതും വെൽത്ത് ഏരിയാസിൽ വെക്കാം. അല്ലെങ്കിൽ ഫെങ്ഷുയുടെ കോയിൻസ് ഒക്കെ നമ്മൾ കാർപ്പറ്റ്സിൻ്റെ അടിയിൽ ഒക്കെ അല്ലെങ്കിൽ കയറി വരുന്ന ചവിട്ടിയുടെ അടിയിലൊക്കെ ഇടുന്ന ഒരു രീതിയുണ്ട്. വെൽത്ത് ബൗൾസ് വെച്ച് സെറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതും നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ലൈറ്റിംഗ്. അബണ്ടൻസ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നല്ല ലൈറ്റിംഗ്. അത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് മാത്രമല്ല ഉദ്ദേശിക്കണേ, നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ലൈറ്റ്സ് മാക്സിമം എൻട്രി ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വീട് ഡിസൈൻ ചെയ്യാൻ. എല്ലാ വീട്ടിലും മാക്സിമം ലൈറ്റ് കയറുന്ന രീതിയിലാണ് കേരളത്തിൽ പണിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ അടച്ചു പൂട്ടിയിടും, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ കിടക്കാതെ വീടിൻ്റെ അകത്ത് ജനലും വാതിലും ഒക്കെ, വാതിൽ പറ്റിയില്ലെങ്കിൽ ജനൽ തന്നെയെങ്കിലും ഫുൾ ടൈം തുറന്നിടുക. പകലൊക്കെ കർട്ടൻസ് മാറ്റിയിടുക. മാക്സിമം ഫ്രഷ് എനർജി വീടിൻ്റെ അകത്തേക്ക് കയറുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ തന്നെ പോസിറ്റിവിറ്റിയും അബൻഡൻസും ഒക്കെ വീട്ടിൽ ഓട്ടോമാറ്റിക്കലി വന്നെന്നറിയും. ഇനി ഇത് മാത്രമല്ല, നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റും കൂടി ഉണ്ടാവണം അല്ലേ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ നല്ലതാണോ എന്ന് വിചാരിച്ചാൽ നമ്മുടെ മൈൻഡ് ഭയങ്കര പവർഫുൾ ആണ്. ഇത് എത്ര ഈസി ആയിട്ട് നടക്കേണ്ട കാര്യമാണെങ്കിലും ആ ഒരു തോട്ട് മതി ഇത് നടക്കാണ്ടിരിക്കാൻ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, ഇതൊക്കെ നിഷ്പ്രയാസം നടക്കും, ഞാൻ എന്ത് ചെയ്താലും അതിന് മുഴുവൻ ഭയങ്കര പോസിറ്റീവ് റിസൾട്ട്സ് ആയിരിക്കും. എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അബൻഡൻസും പ്രോസ്പെറിറ്റിയും ഒക്കെ ഇങ്ങനെ അനായാസം ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുമ്മാ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു കമാൻഡ്, ഒരു ഓർഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, യൂണിവേഴ്സ് മുഴുവൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വേണം
നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെ ആയിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ്. അങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് വളരെ ലാഘവത്തിൽ എല്ലാം കാണാൻ സാധിച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള അബൻഡൻസും പ്രോസ്പെരിറ്റി ഒക്കെ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അബൻഡൻസ്, വെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് ഹെൽത്ത്, പീസ് ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.